പ്രേക്ഷകർക്കൊക്കെയും അറിയാം നമ്മുടെ ടോപ്പ് സിംഗർ അതിന്റെ ഫിനാലെ ജേർണിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ടോപ്പ് സിംഗറിൽ എപ്പോഴും ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തായിരിക്കും സ്പെഷ്യൽ എന്നുള്ളത് അല്ലേ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, കുറേ വിശേഷങ്ങൾ, പിന്നെ ഒരുപാട് ഒത്തിരി സർപ്രൈസുകളാണ് നമ്മുടെ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അതൊക്കെ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ നമ്മുടെ കുട്ടിപ്പാട്ടുകാരുടെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. സുഖല്ലേ മൂന്ന് പേർക്കും? പരമസുഖം. പരമസുഖം. മീനുട്ടിക്കോ? എനിക്ക് സുന്ദരിയായിട്ടുണ്ടെന്ന്. സന്തോഷായി. ഭയങ്കര ആ ഒരു ഹാപ്പിനെസ് കൊണ്ട് ഇങ്ങനെ ഗ്ലോ ചെയ്തു. അതെ അതെ അതെ. ആ ഉടുപ്പും ഗ്ലോ ചെയ്യുന്നുണ്ട്, മുഖം ഗ്ലോ ചെയ്യുന്നുണ്ട്. ആണോ? അതെ, ഒരു ഗ്ലോ കാണാൻ ആ പറ്റും. നെറ്റി നന്നായിട്ട് ഗ്ലോ ചെയ്യുന്നുണ്ട്. എണ്ണ വന്നു. പക്ഷേ എനിക്ക് നിങ്ങളോട് മൂന്ന് പേരോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നോർമലി ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ എന്തൊക്കെ ചെയ്യായിരിക്കും? പല്ലേക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതല്ല, ഒരു മ്യൂസിക് ഡയറക്ടർ ബൈ പ്രൊഫഷൻ എന്ത് ചെയ്യും? പുതിയ പാട്ടുകൾ എക്സ്പ്ലോർ ചെയ്യും, പുതിയ രാഗങ്ങള് എക്സ്പ്ലോർ ചെയ്യും, വേണമെങ്കിൽ പുതിയത് കണ്ടുപിടിക്കും. ഓക്കെ. വേറെ മ്യൂസിഷ്യൻസിനൊക്കെ പരിചയപ്പെടും അല്ലേ? ഡെയിലി പ്രാക്ടീസ് ചെയ്യും. പിന്നെ ബാക്കി മ്യൂസിഷ്യൻസിനെ കൊണ്ട് ജോലി എടുപ്പിക്കും. പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ച് അവസാനം ഒരു വഴിയാവും. പിന്നെ ഇടയ്ക്ക് വിദൂരതയിലേക്ക് നോക്കിയിരിക്കും. ട്യൂൺ കിട്ടുന്നില്ലല്ലോ. വിദൂരത എനിക്ക് ഭയങ്കര ഇഷ്ടം. വിദൂരതയിലേക്ക് നോക്കിയിരിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ മൂന്ന് പേരും ഈ പറഞ്ഞതൊന്നും അല്ലാണ്ട് ഹോബി ആയിരിക്കും. ഹോബിയാണോ? ചില സിനിമയിൽ ഇപ്പൊ ഉണ്ടാവില്ലേ, കഥ, തിരക്കഥ, സംവിധാനം, സംഗീത സംവിധാനം, അങ്ങനെയൊക്കെ പറഞ്ഞ് മൊത്തം ചെയ്യുന്ന, അങ്ങനെ എല്ലാം ചെയ്യുന്ന ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു വർക്കാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ഓക്കെ, കണ്ടോക്കാം. മഴയിലൂടെ ഒരു യാത്ര, ഒരു റെയിൽ യാത്ര, ജനൽ കണ്ണിൽ നീർത്തുള്ളികൾ എഴുതും മൗനഗാഥ, പിന്നിലോട്ടോടും പാടങ്ങൾ, പച്ചപ്പിൻ കവിതയായി ചിരപരിചിതരെന്ന പോലെ ഒരു മുഖം മിന്നിമറയും മഴത്തുള്ളി പോലെ. ഓപ്ഷനാണ് ആരാണ് ഈ മ്യൂസിക് ഡയറക്ടർ? തെങ്ങോലകൾ കൈവീശും ചിരപരിചിതരെന്ന പോലെ അല്ലേ? ഒരു മുഖം മിന്നി മറയും ഒരു മഴത്തുള്ളി പോലെ. ആരാണ് ഈ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ? ആണോ? അല്ല, MJ ആണ്. ഇതിന്റെ ലിറിക്സ്, മ്യൂസിക്, പിന്നെ എന്തൊക്കെയാ ഓർക്കസ്ട്ര, എന്തൊക്കെയാ MJ? ഇത് ഷൂട്ട് ചെയ്തത് ട്രെയിൻ യാത്രയിലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് നമ്മുടെ നിളയുടെ അടുത്തെത്തുമ്പോ, ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഷൊർണൂറിന് മുമ്പേ, അവിടെ നിന്ന് വരുമ്പോ ഷൊർണൂറിന് ശേഷം നിളയുടെ അവിടെ എത്തുമ്പോഴത്തേക്കും എന്തോ ഒരു പ്രാന്ത് കയറും. അപ്പഴത്തേക്ക് ആ ട്രെയിൻ യാത്രയിൽ ഷൂട്ട് ചെയ്താണിത്. ഐഫോണിൽ ഷൂട്ട് ചെയ്താണ്. ലിറിക് അപ്പൊ തന്നെ എഴുതി, എന്നിട്ട് ഇതിന് ഒരു ട്യൂൺ കൊടുത്ത് ആ ട്യൂൺ അങ്ങോട്ട് പാടിക്കൊടുത്തു. അപ്പൊ AI അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തു തന്നു. എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് കമ്പോസ് ചെയ്താരാണ്? ഞാൻ. കളർ ചെയ്താരാണ്? ബാലചന്ദ്ര മേനോൻ. ഇഷ്ടപ്പെടായിരുന്നോ സുബിനെ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോബിയാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുകയും
അങ്ങനെ നിരന്തരം എന്റെ ഫ്രണ്ട്സിന് വല്ലാത്തൊരു പ്രശ്നമാണ്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് സഹിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു 150 വീഡിയോ എങ്കിലും ഇതുവരെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും എവിടെ ഇറക്കിയിട്ടില്ല. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് അതല്ല. ഈ വന്ദേ ഭാരത് യാത്രയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിയിൽ വളരെ സമാധാനമായിട്ട് ഇറങ്ങിയതാ. അപ്പൊ അതാണ്ട് ഒരാൾ വരണം. എനിക്കറിയാം ആളാരാന്ന്. എന്നോട് രാവിലെ ആള് വല്ല ആവശ്യമില്ല. സത്യത്തിൽ ഞാനാണ് കണ്ടുപിടിച്ചത്. മധുകളായിരുന്നു അത്. ഞാൻ നോക്കുമ്പോ തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഒരാൾ കുനിഞ്ഞിങ്ങനെ സ്റ്റൈലിൽ നടന്നു വരുന്നുണ്ട്. ഇവര് ഒരേ ട്രെയിനിലായിരുന്നു, പക്ഷെ ഇവര് യാത്രക്കിടെ തിരിച്ചറിഞ്ഞില്ല. പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത്. അത് മാത്രമല്ല, ദിവ്യ ഉണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. മക്കളെ ഒരുപാട് നാളിന് ശേഷമാണ് കാണുന്നത്. ഭയങ്കര സന്തോഷമായി അവരെ കണ്ടപ്പോ. അപ്പൊ അതാണ് വന്ദേ ഭാരത് കഥ. ഇന്നെന്തായാലും നമ്മൾ ഇവിടെ നല്ലൊരു പാട്ട് കേൾക്കാൻ പോവാണ്. ആരാണ് വരുന്നതെന്ന് അറിയാമോ? ലെറ്റ്സ് വെൽക്കം നമ്മുടെ ജനീലിയ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് മിസ് ജെന്നി. ഹായ്. പാറി പറന്ന് വരികയാണ് ഇങ്ങനെ. അതെ, എന്താ പുതിയ വിശേഷം? വിശേഷമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ വില്ലയിലൊന്നും. എന്താ മഴ? മഴയുണ്ട്, നല്ല മഴ. പോവും വരും. ആരെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞോ പെർഫോമൻസ് കണ്ടിട്ട്? എന്റെ പെർഫോമൻസോ? ആരൊന്നും പറയണില്ലേ? ഇല്ല, പറയണ്ട്. എല്ലാരും പറയണ പോലെ. എന്താ പറയാറ്? നല്ലപോലെ പാടി. ആണല്ലേ? എന്താ സംശയം? നല്ലപോലെ പാടുന്ന കുട്ടിയല്ലേ? അപ്പൊ പിന്നെ എല്ലാരും പറയില്ലേ? സുന്ദരിയായിട്ട് പാടുന്നേ ഇന്നോ? അയ്യോ, പിന്നെയും പറഞ്ഞു. സിന്ദൂര സന്ധ്യ പറയും. അത് ശരി. എനിക്ക് മനസ്സിലാത്തതേ, ഈ സിന്ദൂര സന്ധ്യ പറയുന്ന അയ്യോ കഷ്ടമായി പോയെന്ന് പറഞ്ഞു. അതെന്താണ്? അല്ലല്ല, ഞാൻ പാട്ട് പറഞ്ഞു. സിന്ദൂര സന്ധ്യ പറയൂ, കഷ്ടല്ല, നല്ല രസാ. അത്ര കഷ്ടപ്പെട്ടതിനാ ഒരു പാട്ട് സെലക്ട് ചെയ്യുന്നത്? ഇല്ല, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. നല്ല പാട്ടാ. നല്ല പാട്ടാണോ? ഞാൻ കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. മധു കേട്ടിട്ടുണ്ടോ? ഞാനും ഈ പറഞ്ഞ പോലെ അതിന് അത്ര വലിയ പരിചയമില്ല എനിക്ക്. അത്ര നല്ല പാട്ടാ? നല്ല പാട്ടാ. ആണോ? ഞാൻ അധികം കേട്ടിട്ടില്ല പാട്ട്. ഇല്ല, കേട്ടിട്ടുണ്ട്. ഒന്ന് പാടി, ഒരു ലൈൻ പാടിയേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഇങ്ങനെയാണോ? സിന്ദൂര സന്ധ്യേ. ഓ, എന്തൊരു കേൾക്കാത്തൊരു പാട്ടിങ്ങനെ പാടാൻ പറ്റില്ല. ഞാൻ ഗസ് ചെയ്ത് നോക്കിയതാ. ഇനി കേട്ടാലോ ജനീലിയ കുട്ടി പാടുന്ന ഡീറ്റെയിൽസ്? സിനിമ ദീപയോ? ദീപസ്തംഭം മഹാശ്ചര്യം. വർഷം 1999. മ്യൂസിക് മോഹൻ സിത്താര സർ. ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സർ. പാടിയത് ചിത്രമ്മ. ഇതില് വേറെ നല്ല നല്ല പാട്ടുകളുണ്ട്. കേട്ടിട്ടുണ്ടോ ഈ സിനിമയില്? ഇല്ല, അധികം. നിന്റെ കണ്ണിൽ വിരുന്നു വന്നു ആ പാട്ടുണ്ട്. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി. എല്ലാ പാട്ടുകളും ഉഗ്രൻ ഹിറ്റ്സ് അല്ല, സൂപ്പർ ഹിറ്റ് സോങ്സ് ആയിരുന്നു ഈ സിനിമയിലെല്ലാം. അപ്പൊ നമുക്ക് സിന്ദൂര സന്ധ്യയെ ചോദിക്കാനുണ്ട്. ഈ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ എന്താ? അത് എനിക്കും പണം കിട്ടണം. അതിന്റെ അർത്ഥം മനസ്സിലായി. ദീപസ്തംഭം മഹാശ്ചര്യം. ദീപ പേരല്ലല്ലോ അല്ലേ? ദീപ പേരല്ല, അത് സ്തംഭിച്ചു നിൽക്കുന്ന ദീപ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. മഹാ ഐശ്വര്യം. ഈ സ്തംഭം എന്ന് പറഞ്ഞ തൂണാണ് എന്ന് വെക്കാം. അപ്പൊ ദീപ എന്ന പേരുള്ള സ്തംഭം. ഓക്കെ, മനസ്സിലായോ? അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുന്ന ദീപ. ഓക്കെ, പാടിക്കോ. പാടി കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞു തരുന്നത്. അതെന്തായിരുന്നു? ഓൾ ദി ബെസ്റ്റ്. രാവിന്റെ മാറി
നൈസ് നൈസ് വെരി ഗുഡ്. നൈസ് മോളെ. ജനീലി കുട്ടി, എന്തോ ഈ സബ്ലൈം മെലഡി എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് കുറെ നോട്ട്സിന്റെ അലങ്കാരമല്ല, അത് നമ്മുടെ മനുഷ്യ ഹൃദയത്തിന്റെ സ്വാഭാവികമായ ഭാഷയാണ്, നാച്ചുറൽ ആണ്. ഒരു നാച്ചുറൽ കോഴ്സ് ഉണ്ടെങ്കിലാണ് അത് കൃത്യമാവുന്നത്. അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, മെലഡിയെ കൈവെടിഞ്ഞു ചെയ്തോ? കൈവിടിഞ്ഞൊക്കെ എന്താ അർത്ഥം? കൈവിട്ടോന്ന്. കൈവിട്ടത് മെലഡി ഉപേക്ഷിച്ചോ? ഉപേക്ഷിച്ചോ? ഒരു സംശയമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. എനിക്ക് യാതൊരു സംശയമില്ല. മെലഡിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു കേട്ടോ. Thank you, വെരി sir. നൈസ്. സമാധാനമായി അവൾക്ക്. അറിയാതെ കൈപിടിഞ്ഞു. എല്ലാം പോയിന്ന്. ഇപ്പോഴാണ് ശ്വാസം വീണത്. അല്ലെ, എനിക്ക് ഇതുപോലെ മുഖത്ത് ഒരു ചിരിയും ഉള്ളില് എന്തോ ഒരു നൊമ്പരവും ഫീൽ ചെയ്തു. അങ്ങനെയാണല്ലോ വേണ്ടത്. എനിക്ക് ചിരി വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലീല കുട്ടി ഇത്രയും ഈ ഒരു യാത്രയിൽ ഇങ്ങനെ എത്തിയല്ലോ എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോ ചിരി വരുന്നുണ്ട്. പക്ഷെ ഈ പാട്ടിന്റെ എന്തോ ഒരു നൊമ്പരപ്പെടുത്തലാണ് എന്റെ ഇവിടെ കിട്ടിയത്. അപ്പൊ ഫോണിലോട്ടല്ല ഡൗൺലോഡ് ചെയ്ത് ഹൃദയത്തിലോട്ടാണ് പാട്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. Thank you, sir. അപ്പൊ അതിന്റെ സന്തോഷമുണ്ട് കേട്ടോ. Thank you, sir. പിന്നെ ഈ സി എന്ന് പറയുന്നത് ഡി ആവാൻ പാടില്ല, ഇ ആവാൻ പാടില്ല, എയും ഡി ഒന്നും ആവാൻ പാടില്ല, സി തന്നെ ആവണം. എന്തായിരുന്നു അത്? സിന്ദൂരസൻ. ഇപ്പോഴും സി 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 സിന്ദൂര ആ സിൻ 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 കുറച്ച് നേരത്തെ പറഞ്ഞു. സിൻ 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 സിൻ. ചിലപ്പോ ഡി ആണ്, ചിലപ്പോ ഇ ആണ്, അങ്ങനെയൊക്കെ പോകണ്ട്. ഫ്ലാറ്റും ഷാർപ്പും മാറി മാറി കളിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ചരണങ്ങൾ തുടങ്ങുന്നില്ലേ, രണ്ട് ഭാഗത്തും ഒരു വെൽ ഡിഫൈൻഡ് ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ വന്നില്ല. വൈ ലൈക്ക് ദിസ്? നിഴലേ ഞാൻ നിന്നെ, നിഴലിനെ ഇഷ്ടമല്ലേ? അല്ല നല്ലതാണോ? നല്ലതാണോ? രസമാണോ നിഴല്? നിഴൽ നമ്മള് എപ്പോഴെങ്കിലും നമ്മൾ തന്നെയല്ലേ എന്ന്? ടെക്നിക്കലി ശരിയാണ്. പക്ഷെ എന്തിനാണ് ഇന്ന് നിഴലിനെ കൈപിടിഞ്ഞത്? നിഴലേ ഞാൻ നിഷലേ എന്ന് പാടാൻ പാടില്ല. നീഴ നിഴലേ അവിടെ ഒരു അത്രയും പവർ കൊടുക്കണ്ട ഴായ്ക്ക്. നിഴലേ ഇപ്പോഴും നിഴ എന്ന് പാടുന്നുണ്ട്. നിഴ നിഴലേ നിഴ 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 നിഴലേ. നിഴലേ ഞാൻ. കുറച്ച് ബെറ്ററായി. ഓക്കെ. അപ്പൊ നിഴല് അവിടെ വേണം, അതിനെ കൈവിടിയാൻ പാടില്ല കേട്ടോ. അതുപോലെ മാനസത്തിനെയും കൈവിടിയാൻ പാടില്ല. മാനസം ചുംബിച്ച മന്ദാരവല്ലിയിൽ. നല്ല കാര്യമല്ലേ മന്ദാരവല്ലിയിൽ? പഠിക്കോ? മാനസം ചുംബിച്ച മന്ദാരവല്ലിയിൽ. യാ, അത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം, ഞാൻ ഒരു ചെറിയൊരു വടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ആ ഒരു വീട്ടിൽ ചൂരിലൊക്കെ ഇരിപ്പുണ്ടോ? ഉണ്ടല്ലേ? അതൊന്ന് അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് ഒന്ന് കൊണ്ടുവരണേ. ഒന്ന് ചെറിയൊരു പ്രയോഗം നടത്തുക. ഇപ്പൊ ചൂരിലെടുക്കേണ്ട കാര്യം എന്താണ്? പിച്ചല്ല, എന്നാ ഒരു പിച്ച് ചൂരിൽ വെച്ച് പിച്ചാൻ പറ്റില്ല. അതല്ല, അതെന്താ വെച്ചാ ഫുൾ കണ്ണടച്ചാണ് പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ നിന്നൊരു ആഹാ. ബട്ട് ഐ നോ, ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണടക്കണത്. സാരമില്ല, അതെനിക്ക് മനസ്സിലാവും. പക്ഷെ അത് ഓഡിയൻസിനും കൂടെ മനസ്സിലാവണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് വെരി നൈസ് ആൻഡ് ആസ് ഐ സെഡ്, ഇറ്റ് ഈസ് ഡൗൺലോഡഡ് സ്ട്രേറ്റ് ടു ഹാർട്ട്. താങ്ക് യു മൈ ഡിയർ Miss Janelia and Praison. I am praising you for singing this song very well. നന്നായിരുന്നു പാടിയത്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇപ്പൊ MJ ഞങ്ങൾ പറഞ്ഞ ആ ഭാഗങ്ങൾ, പിന്നെ ശ്രുതി കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഇത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന സിന്ദൂര സന്ധ്യയുടെ സി, BG കഴിഞ്ഞിട്ട് തുടങ്ങുമ്പോ ഒരു നേരത്തെ MJ ഞങ്ങൾ പറഞ്ഞില്ലേ, കുറച്ചും കൂടി സ്റ്റഡി ആയിരിക്കണം. ബാക്കി ഈ അഴലേ നിന്നിൽ നിന്നകലുമ്പോഴല്ല, അത് സൂപ്പർ ആയിരുന്നു. നേരത്തെ പറഞ്ഞില്ലേ, ആ ലൈൻ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ആ ഭാഗം. കേട്ടോ, നല്ല പാട്ടാണ് സെലക്ട് ചെയ്തത്, പാടിയതും. പിന്നെ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കണം ശ്രുതിയുടെ കാര്യത്തിൽ. പിന്നെ പിന്നെ നീങ്ങുകയാണോ നീ കഥനങ്ങളോ എന്നുള്ളതൊക്കെ ശ്വാസം കുറച്ചും കൂടി സ്റ്റഡി ആയിരിക്കണം. ബ്രത്ത് കിട്ടാത്തതിന്റെ ഒരു പ്രോബ്ലം ആണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക കുട്ടി. അടുത്ത തവണ ഒന്നുകൂടി
എന്നെ ശ്രദ്ധിച്ച് നന്നായി വന്ന് പാടും. ഓക്കെ, വെരി ഓക്കെ ഗുഡ്, സർ, വെരി ഗുഡ്. താങ്ക് യു. ജനീലെ കുട്ടി, എന്താ? ജനീലയ്ക്ക് പറ്റിയൊരു സെലക്ഷൻ, താങ്ക് യു ഒരു ചേച്ചി. ബ്യൂട്ടിഫുൾ സോങ് എടുത്തിട്ടാ വന്നത്. ബ്യൂട്ടിഫുൾ സെലക്ഷൻ. എനിക്ക് തോന്നിയത് ഓവറോൾ പെർഫോമൻസിൽ ഒരു വാംത്ത് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് നൈസ് താങ്ക് യു ചേച്ചി. കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ബ്രെത്ത്, എല്ലാ വരികളുടെയും അവസാനം ആകുമ്പോഴത്തേക്ക് ബ്രെത്ത് പോകുന്നുണ്ട്. ബ്രെത്ത് പോകുമ്പോഴെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ജനീലെ കുട്ടി പുറകോട്ടേക്ക് ഇങ്ങനെ ലീൻ ചെയ്ത് പോവാ ചെയ്യുന്നത്. അടുത്ത സെന്റൻസ് വരുമ്പോഴത്തേക്ക് ശ്വാസം കഴിച്ചിട്ട് ഇങ്ങനെ പിന്നെയും പോകും. അപ്പൊ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പോസ്ചർ ഡിഫറൻസ് ഉണ്ട്. പെർട്ടിക്കുലർ പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മച്ച് ബെറ്റർ ആയിരിക്കും. ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്ക് കൂടുതൽ ബ്രെത്ത് കിട്ടും. അതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യണം, ബ്രെത്തിന്റെ പ്രാക്ടീസസ് ചെയ്യണം, അങ്ങനെ നോട്ട്സ് ഒക്കെ സസ്റ്റെയിൻ ചെയ്ത് ചെയ്യണം. അപ്പം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടില്ലെങ്കിലും നമുക്ക് ചെറിയ 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 ചേഞ്ചസ് നമ്മുടെ പാട്ടിൽ കാണാൻ വേണ്ടി പറ്റും, കേൾക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതൊക്കെ ഉള്ളു പൊന്നെ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. പിന്നെ പ്രൊനൗൺസിയേഷൻ, ഓവറോൾ പ്രൊനൗൺസിയേഷനിൽ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ട്. അത് MJ സാറും മധുചേട്ടനും പറഞ്ഞു. അബുദാബിക്കാരി ആയതിന്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളല്ലേ മീനുട്ടാ. യെസ്, അപ്പൊ അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ബാക്കിയൊക്കെ മിടുകയായിട്ട് പാടി കേട്ടോ. Thank you, ചേച്ചി. ഐ ലവ് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പ്രീസൺ ആൻഡ് ജെനിലിയ, എന്താ? ഈ പാട്ടിന് ഒരു രാഗം ചെറുതായിട്ട് രാഗഛായ വരുന്നുണ്ട്. അത് ദർബാറി കാനഡ എന്ന് പറഞ്ഞ രാഗത്തിന്റെ സ്ട്രെയിൻസ് ആണ് വരുന്നത്. അപ്പോൾ അതെപ്പോഴും നമ്മളെ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ പക്കഡ് എന്ന് പറയും. എന്താണ് പക്കഡ്? പക്കഡ്, പക്കഡ് എന്ന് പറഞ്ഞാൽ പിടി. പിടിക്കുക. പിടിക്ക്. ആ, നമ്മൾ ആ രാഗത്തിനെ ഓട്ടിച്ചിട്ട് പിടിക്കുകയല്ല, സ്നേഹത്തിൽ പിടിക്കുക. അതാണ് പക്കട്ട് എന്ന് പറയാം. അപ്പോൾ സാധാരണ രീതിയിൽ ഈ നിസരേ സദാ നിനിസാ അങ്ങനെ, അതല്ലേ പകലിനെ കൈവെടിഞ്ഞ നിസരേ സദാ നിനിസ അല്ലേ, ദേവന് കേ പതീന്ദ്ര. ഇതെല്ലാം നിസരിസദ നിനിസ. എന്താണ് നിസരിസ ധനീസ. എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇല്ലല്ലോ. ഇല്ലല്ലേ? അപ്പൊ അതിനെ പകഡ് ചെയ്ത് ഇവിടെ വെച്ചോളൂ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടുമ്പോ ദർബാറി കാനഡയിലോട്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ദർബാറി കാനഡ നമ്മളിലേക്ക് വരും. സോ ആൻഡ് ജെനിലിയ പ്രൈസൺ ഗോയിങ് ടു ബി awarded 97 on 100 today. താങ്ക് യു സർ. എല്ലാം മനസ്സിലായല്ലോ. അടുത്ത ക്ലാസ്സിൽ ഇതൊക്കെ ചോദിക്കുന്നതിനോട്. All the best. ടാറ്റാ, ടാറ്റാ. ടാറ്റാ, good night. Good night. ഇപ്പൊ പറഞ്ഞൊക്കെ പിൻ ചെയ്ത് വെച്ചോട്ടോ. മീനുടെ ആ ചിരിക്കുടൊക്കെ വിളിച്ചേ. വിളിക്കട്ടെ. വിളിച്ചോ, Yes. വിളിച്ചോ. ഉറപ്പല്ലേ? എന്തെങ്കിലും വിളിക്കണം. ചിരി കേൾക്കണോ? ആ, ചിരി ചിരി കേൾക്കാം. കാണണം. കാണണോ? ആ, ഓ, എനിക്കത് പറയുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. മീനുട്ട ഇങ്ങനെ ചിരിക്കരുത്. എന്നാ നമുക്ക് വിളിച്ചാലോ? ശരി. ഓക്കെ, അത് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാ എനിക്ക് തോന്നുന്നത്. അതെ. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ഹാവണിക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. വരൂ, 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 വരൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നല്ല ഉടുപ്പാണല്ലോ. നല്ല ഉടുപ്പാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് തലയുടെ പുറകിൽ കെട്ടിക്കണം. കൊള്ളാട്ടാ, അത് കൊള്ളാം, കൊള്ളാം. കലക്കി കലക്കി കൊള്ളാം. ആ മുടി സൈഡിലേക്ക് ഇട്ടേക്കണം അല്ലേ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലേ? ചുവന്നിരിക്കുന്നുണ്ട്. ഏത് പാട്ടാ, ഏത് പാട്ടാന്ന് പറഞ്ഞേ? ആ പാട്ടാണല്ലേ? ഓക്കെ, അതിന്റെ ലിറിക്സ് ഒക്കെ ആരെഴുതിയിരിക്കണേ? ഡോക്ടർ രാജീവ് സർ. ഡോക്ടർ രാജീവ്. മ്യൂസിക് ജോൺസൺ ചേട്ടൻ മ്യൂസിക്. ഓക്കെ, ചുരമല്ലേ മൂവി? ചുരം. വർഷം വർഷം 1997. കറക്റ്റ്, ഞാൻ ഓർക്കുന്നു. യെസ് യെസ്. പാടിയതാരാ? ചിത്രാമ്മ. നമ്മുടെ ചിത്രം നേരത്തെ പറയണ്ടേ? പിന്നെ തുടങ്ങിയല്ലോ.
തുടങ്ങല്ലേ പറയണ്ടോ പറയേ ജഗത്ത് പാട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ തള്ളണ കേട്ടു. എന്ത് തള്ളി? മധു സാറ് ജയൻ സാറിനെ അനുകരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവൻ തള്ളി ഫുള്ള് പറഞ്ഞിട്ട് നിങ്ങൾ തള്ളിയ പാട്ട് പറഞ്ഞു. ചുമ്മാ തള്ളിയതാണ്. പിന്നെ സാറ് കമലഹാസൻ സാറിന്റെ സൗണ്ട് ഒക്കെ അതൊക്കെ ചുമ്മാ തള്ളിയതാ. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഫോണിൽ നോക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ സാറിന്റെ ഒരു വീഡിയോ കണ്ടു. സാർ ഇങ്ങനെ ഒരു സ്റ്റേജ് ഷോയില് ഇങ്ങനെ ഗംഗയെ പാടുന്നതിന് മുമ്പ് മോഹൻലാൽ സാറിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു. ചുമ്മാ വെറുതെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു മോഹൻലാൽ സാറിനെ. ഇങ്ങനെയൊക്കെ പറയാമോ കുട്ടിയെ? കുട്ടി എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? കുട്ടിയുടെ പാട്ടും കുട്ടി സുന്ദരിയാണ്. കുട്ടി പെട്ടെന്ന് പാടിക്കുക, അതാണ് നല്ലത്. ഓൾ ദി ബെസ്റ്റ്. All the best. All the best. All the best. ഇതോ മീനുട്ടിക്ക് വയ്യാണ്ടായി. അയ്യോ, എനിക്ക് വയ്യാണ്ടേ. ശരി ശരി. അയ്യോ, നാണയങ്ങൾ കാത്തുവച്ച മൺകുടുക്ക മെല്ലി വന്നു നീ കവർന്നുവോ. പൊങ്കനവിൻ നാണയങ്ങൾ കാത്തുവച്ച മൺകുടുക്ക മെല്ലി വന്നു നീ കവർന്നുവോ. കാറ്റിൽ പോയെന്നു നോക്കാമോ, ഏറുമാട കൂട്ടിലവൻ വീണുവോ
വെരി ഗുഡ്. അതിന്റെ ഇടയിൽ ഒരു രാക്ഷസ ചിരി. എന്റെ സാറിന്റെ മീനുട്ടി ചിരിക്കില്ല എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി നിൽക്കുകയാണ് കേട്ടോ. നോക്കിയേ, ചുണ്ട് കൂട്ടി പിടിച്ച് നിൽക്കുക. ഞാൻ എന്ത് വന്നാലും ചിരിക്കില്ല എന്ന് പറയുന്നുണ്ടോ? അവിടെ കുട്ടി എന്താ സാർ? എന്തായാലും ഈ പാട്ടൊന്ന് ചിരിക്കും കേട്ടോ. താങ്ക് യു. ഈ പാട്ട് ഒരാളാണെങ്കിൽ ചിരിക്കും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അട്ടഹസിച്ചിരിക്കല്ല, ഞാൻ ഇപ്പൊ ചിരിച്ച പോലെ ചിരിക്കല്ല, ഒരു പുഞ്ചിരി ഉണ്ടാവും. അതെ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മന്ദഹാസം. ആവണിക്കുട്ടി പാടുമ്പോ തന്നെ ഒരു ചിരിയുണ്ട് അതിന്റെ ഉള്ളിൽ. അതെ അതെ അതെ. ആ വെളിയിൽ ചിരിക്കുന്ന ചിരി പോലെ തന്നെ ഉള്ളിലൊരു ചിരിയുണ്ട്. ഉള്ളിൽ നിന്നുള്ള ചിരി ഇത്തരം പാട്ടുകൾക്ക് വളരെയധികം ഒരു പ്രത്യേക വൈബ് ഉണ്ടാക്കും. അപ്പൊ ആ ഓരോ വാക്കും ഓരോ ഫ്രേസും ഓരോ ഫുൾ പല്ലവി അല്ലെങ്കിൽ ചരണം, ഇതൊക്കെ ഈ ഒരു സ്നേഹത്തിന്റെ ഒരു പുഞ്ചിരിയുണ്ട്. അത് ആ ഋതത്തിന്റെ പുഞ്ചിരിയുണ്ട്, ആ കോമ്പോസിഷന്റെ പുഞ്ചിരിയുണ്ട്, ലിറിക്സിന്റെ പുഞ്ചിരിയുണ്ട്, ആ എക്സ്പ്രഷൻസിന്റെ പുഞ്ചിരിയുണ്ട്. ഈ പുഞ്ചിരികളെല്ലാം കൂടെ കൊണ്ടുവരാനായിട്ട് നമ്മുടെ കുഞ്ഞ് ശ്രമിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗുഡ്, പോസിറ്റീവ്. താങ്ക് യു സാർ. പൊങ്കനവിൻ നാണയങ്ങൾ കാത്തുവച്ച മൺകുടുക്ക മെല്ലെ വന്നു നീ കവർന്നുവോ, കാറ്റിൽ പോയെന്നു നോക്കാമോ, ഏറുമാട കൂട്ടിലവൻ വീണുപോതി കാത്തിരിപ്പുണ്ടോ. പിന്നെ ചിരിയുടെ കാര്യം പറയണ്ടല്ലോ, സ്വാഭാവികമായും സ്വാഭാവികമായി അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കഷ്ടപ്പെട്ടൊന്നും ഇല്ല കേട്ടോ ചിരിക്കാനായിട്ട്. അതെ. ചില ആൾക്കാരൊക്കെ വളരെ കഷ്ടപ്പെടും പാട്ടിന്റെ ഇടയിൽ ചിരിക്കാനായിട്ട്. ഇങ്ങനെ പാട്ടിന്റെ എക്സ്പ്രഷൻ നോക്കൂ, അതോ ചിരി കറക്റ്റ് ആയത് നോക്കൂ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ ആ ചിരിക്കും ഒരു ശ്രുതി ചേരലുണ്ടായിരുന്നു, താങ്ക് യു. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഇതിന്റെ തുടക്കത്തിലുള്ളത് അതിന്റെ ട്യൂണും ശ്രദ്ധിച്ചു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരേ നോട്ട് തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അപ്പൊ നമ്മള് നിസഗസ 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 എന്ന് പാടിക്കഴിഞ്ഞാ അത് കുറച്ച് മെക്കാനിക്കൽ ആയിപ്പോ അല്ലെ, അത് കുറച്ചുകൂടി ക്യൂട്ടായിട്ട് അവതരിപ്പിക്കുന്നത്. പൊങ്കനവിൽ നാണയങ്ങൾ കാത്തുവച്ച് മൺകൊടുക്ക, അങ്ങനെ കുറച്ചും കൂടെ അത് ആ രീതിയിൽ ക്യൂട്ടായിട്ട് അവതരിപ്പിക്കാം. ഡൈനാമിക്ലി. ഡൈനാമിക്സ്. അതെ. പൊങ്കനവിൻ നാണയങ്ങൾ കാത്തുവച്ച മൺകുടുക്ക ശ്രുതി ചേർക്കണം. കാത്തുവച്ച മൺകുടുക്ക. അപ്പൊ പൊങ്കനവിൽ നാണയങ്ങൾ കാത്തു വെച്ച, അങ്ങനെ പാടും. പൊങ്കനവിൻ നാണയങ്ങൾ കാത്തുവച്ച മൺകുടുക്ക. അപ്പൊ 1 2 3 നമ്മൾ ആ ഒരു സ്ട്രെസ് കൊടുക്കുന്നത്. അത് വരുമ്പോഴത്തേക്കും ഈ പാട്ടിന്റെ രീതിയെ മാറും. പിന്നെ കവർന്നു അവിടെ ഒരു ചെറിയൊരു ക്രസന്റ് കൊടുക്കാം. പഠിക്കേ കവർന്നുവോ. അതിൽ കുറച്ചൊരു വെബ്രാറ്റോ കൊടുക്കാമോ? കവർന്നുവോ. ഒരുപാടല്ല, ചെറുതായിട്ട്. അതൊക്കെ ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യും കുറച്ചുകൂടെ. പിന്നെ വേണുഭൂതി എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ആ നോട്ട് ചെയ്താന്ന്. വീണുപോതി കാത്തിരിപ്പുണ്ടോ. അങ്ങനല്ലേ? ആ നോട്ട് കറക്റ്റ് ആയിട്ട് നേരത്തെ പാടിയ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. അതുപോലെ കാത്തിരിപ്പുണ്ടോ ഇല്ലേ, ആ ഡോ ഒരുപാട് ഓപ്പൺ ആക്കുന്ന പോലെ, അത്ര ഓപ്പൺ ആക്കണ്ട. വേണുപോതി കാത്തിരിപ്പുണ്ടോ. ആ ഒരു ചെറിയൊരു ഗ്ലൈഡൊക്കെ വരുമ്പോഴാണ് അത് രസമാകുന്നത്. പിന്നെ പൂമഴയിൽ പുഴ ഇളകി, ആ ഇളക്കം എന്തോ ഒരു പ്രശ്നം. അതെ, ശരിക്കും ഇളകിയ അവിടെ ശ്രുതി. പൂമഴയിൽ പുഴ ഇളകി. അത്രയും പ്രസ്സിയുണ്ടത്, പ്രസ്സിയുണ്ട. പുഴ ഇളകി. അത് പ്രിസൈസ് ആയിരിക്കണം, കൃത്യമായിരിക്കണം. അത് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഇവിടെ തന്നെയാണ് നെയ് വിളക്കായി എന്നുള്ളതിലും അത് വന്നു, ചരണത്തിലുള്ള അവിടെയും അതേ. പിന്നെ ഇല്ല 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 ഞാൻ പറയില്ല എന്നല്ലേ, അല്ലേ? അതെങ്ങനെ പാടിയ? പറയില്ല എന്നാണോ പറയില്ല എന്നാണോ? പറയില്ല എന്നാണോ? അപ്പൊ ഇവിടെ തന്ന ലിറിക്സിന്റെ പ്രശ്നം കേട്ടോ.
പറയില്ല എന്നാണ്. ഇല്ല ഞാൻ പറയില്ല എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷെ പറയില്ല എന്ന് പറയുമ്പോ കുറച്ചുകൂടെ മ്യൂസിക്കൽ ഒരു എലിമെന്റ് വരുന്നുണ്ട്. അത് നമ്മുടെ കരിമിഴിക്കുരുവിയെ കണ്ടിയില്ല കേട്ടിട്ടില്ല? അതുപോലെ മുഴുവൻ അങ്ങനെയല്ലേ? അതന്നെ ഇത് തന്നെ അത്. അപ്പൊ ആവണിക്കുട്ടി കളിക്കേട്ടോ. താങ്ക് യു സർ. ശരി, അങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടെ. ഓക്കെ. ആവണിക്കുട്ടി, എന്താ ചേച്ചി? ഇതാരാ ഇത്? ആവണി. ഉറപ്പാണ്? ചുമ്മാ നുണ പറയരുത്. ആവണി തന്നെയാ. എന്തോ ഒരു കൺഫ്യൂഷൻ. ആവണിന്യാ? എനിക്ക് തോന്നുന്നു ആവണിക്ക് എല്ലാ എക്സ്പ്രഷനും ഇങ്ങനെ വരുമെന്ന്. ഇങ്ങനെ വരുന്നുണ്ടാവും. ചെറിയ ടെൻഷൻ വന്നാൽ ഭയങ്കരമായിട്ട് മുഖത്ത് വരും. പിന്നെ ചിരി വന്നാലും ഇങ്ങനെ തന്നെ വരും. നല്ല ചിരി വരും. കൺഫ്യൂഷൻ വരുമ്പോ നമുക്ക് പുറത്തേക്ക് വലുതായിട്ട് കൺഫ്യൂഷൻ വരും. അതെ അതെ. അപ്പൊ എന്തായാലും ആവണിക്കുട്ടി എന്താ ചേച്ചി? മിടുക്കിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. ആ ചിരി നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു. ഭയങ്കര നാച്ചുറൽ ചിരി. Thank you. ആവണിക്കുട്ടി എന്താണോ അതുപോലെ ആ പാട്ടിലൊരു ചിരി. താങ്ക് യു. ആ ചിരി കാണുമ്പോൾ നമുക്കും ഒരു പുഞ്ചിരി. പൂത്തു നിന്ന കാട്ടുപുന്ന കാറ്റിലൊന്നാടി പൂമഴയിൽ പുഴയിളകി വിങ്ങി നിന്നതൊന്നുമേ ചൊല്ലിയതില്ല ഞാൻ വിങ്ങി നിന്നതൊന്നുമേ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അത് ഒരുപാട് നല്ല എലിമെന്റ്സ് ഈ പാടിയ പാട്ടിലുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ഡൈനാമിക്സിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യായിരുന്നു എന്ന് തോന്നി. MJ സാറ് പറഞ്ഞത് തന്നെയാണ് അത്. പക്ഷെ പല്ലവിയിൽ മാത്രമല്ല, പല്ലവിയിലും അനുപല്ലവിയും ചരണവും ഒക്കെ കുറച്ചും കൂടെ ആ പാട്ടിനെ ഫീൽ ചെയ്ത് ആ പാട്ടിന്റെ ഉള്ളിലോട്ടേക്ക് പോയി ഒന്നും കൂടെ ഒന്ന് ഫീൽ ചെയ്ത് പാടായിരുന്നു എന്ന് തോന്നി. പിന്നെ MJ സാർ പറഞ്ഞ സെയിം പ്രശ്നങ്ങളാണ്. വേണുകൂതി കാത്തിരിപ്പുണ്ടോ എന്നുള്ള ക്ലാരിറ്റി. അനുപല്ലവിയിലും ചരണത്തിലും ഒരേ സ്ഥലത്താണ് പുഴയിളകി നെയ്വിളക്കായി. അവിടെ 2 സ്ഥലത്തും ആ ഒരു ക്ലാരിറ്റേഷൻ ഉണ്ടായിരുന്നു. നോമ്പ് നോറ്റ് കാത്തിരിക്കാം, അവിടെ ഒരു പിച്ചിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇല്ല ഞാൻ പറയില്ല, സെയിം സാധനമാണ്. നമ്മൾ ഒരേ സാധനമാണ് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മൊത്തത്തിൽ. അപ്പൊ പിച്ചൊന്ന് ശ്രദ്ധിക്കുക, സംഗതികളുടെ ക്ലാരിറ്റിയും ഒന്ന് ശ്രദ്ധിക്കുക, കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, നല്ല ബ്രെത്തിന്റെ എക്സസൈസസ് ചെയ്യുക, നല്ല ഹാപ്പി ആയിരിക്കുക, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. ചിരിച്ചോണ്ട് എന്നിട്ട് പാട്ട് പാടാം. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആവണിക്കുട്ടി, എന്തോ സർ? ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ആ ഒരു ഉള്ളിലെ ചിരി എന്ന് പറഞ്ഞില്ലേ MJ അങ്കിള്, അത് ആ വളരെ നല്ലതാണ് ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുമ്പോൾ. അപ്പൊ നമുക്ക് ആ പാട്ടിന്റെ അതിൻ്റെതായിട്ടൊരു പ്രസൻസ് കിട്ടും. പിന്നെ നല്ല ആവണിക്കുട്ടിയുടെ നല്ല ഭംഗിയുള്ള മുഖമല്ലേ? അതിൽ കണ്ണെഴുതുമ്പോ ഒരു ഭംഗി കൂടില്ലേ? ലിപ്സ്റ്റിക് ഇടുമ്പോ ഭംഗി കൂടില്ലേ? ഇല്ലേ? കമ്മലിടുമ്പോ ഭംഗി കൂടില്ലേ? അതുപോലെയാണ് ഈ ഡൈനാമിക്സ് പാട്ടില്. ഈ നേരത്തെ പാടിപ്പിച്ചില്ലേ അതുപോലെ. അപ്പൊ അതിന് കൂടുതൽ ഭംഗി വയ്ക്കും. പാട്ടിലെ മേക്കപ്പാണ് അതൊക്കെ. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് ഉള്ളത് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും കൊള്ളാം, ഒന്ന് പാടിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഇടയ്ക്ക് വന്ന അതിഥിയാണെങ്കിലും നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് നല്ല രീതിയിൽ. ഓക്കെ, ഞാനിങ്ങനെ മനസ്സിന്റെ പുറകിൽ എവിടെയോ ഉള്ളത് ഇടയ്ക്ക് വന്നതാണ്. ഇപ്പൊ അങ്ങനെയൊന്നും തോന്നിക്കുന്നില്ല. കാരണം അതിന്റെ ക്വാളിറ്റി, പാട്ടിന്റെ ക്വാളിറ്റി അതുപോലെയാണ്. വെരി ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. മാർക്ക് പറയാൻ പോവാണ്. അതിന്റെ ഇടയിൽ ചിരി കുഴപ്പമില്ലല്ലേ? മാർക്ക് 97 ഔട്ട് ഓഫ് 100. എടാ നമ്മൾ ചിരിക്കരുത് പാപ്പ, നമ്മുടെ കൺട്രോൾ മൂവ്മെന്റ്സ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.